മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ആ നബി ഞങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ പഠിപ്പിച്ചത്, അത് അങ്ങനെ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ എന്നാണ് ആ ഷഹാദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഷഹാദത്ത് അതിന്റെ ആശയം പറയുമ്പോൾ, അർത്ഥം പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. ആ ഷഹാദത്തിന്റെ പൂർത്തീകരണം എന്നത് നബി തങ്ങൾ എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുക. ഇത്തിബാഉഹു ഫീമാ അമർ, ഇത്തിബാഉഹു ത്വാഅതുഹു ഫീമാ അമർ. നബി തങ്ങൾ എന്ത് കൽപ്പിച്ചാലും അതെല്ലാം വഴിപ്പെടുക, അനുസരിക്കുക, പിൻപറ്റുക. അതാണ് ഒന്നാമത്തെ ഭാഗം. വജ്തിനാബു മാ നഹാ അൻഹു വസജർ. നബി തങ്ങളെ വിലക്കിയ, വിരോധിച്ച എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം വിട്ടുനിൽക്കുക. വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ. നബി തങ്ങൾ മുഖേന, നബി തങ്ങൾ വഴി അല്ലാഹു തആല നിയമമാക്കി പഠിപ്പിച്ചു തന്നത് കൊണ്ടല്ലാതെ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക. നബി തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്യുക, പഠിപ്പിക്കാത്ത ഒന്ന് ഇബാദത്തായി ചെയ്യാതിരിക്കുക. ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന രണ്ടാമത്തെ ഷഹാദയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് എവിടൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് ലേവലേശം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നബിയും സഹാബത്തും ഒക്കെ ഗൗരവമായാണ് കണ്ടത് എന്ന് കാണാൻ കഴിയും.